ലഹരി ഉപയോഗമില്ലാത്തവർക്ക് മാത്രം ഇനി വിവാഹം നടത്തി കൊടുക്കുകയുള്ളൂ. ഇത് പുതുപ്പാടി മഹല്ല് സംയുക്ത മഹല്ലുകൾ എടുത്തൊരു തീരുമാനമാണ്. ഇപ്പോൾ സമീപകാലത്തുണ്ടായ പ്രശ്നങ്ങൾ, അതായത് ലഹരി ഉപയോഗത്തെ തുടർന്ന് ഉമ്മ മരിക്കുന്നു, ഭാര്യ മരിക്കുന്നു, ആ രീതിയിൽ കൊലപാതകങ്ങളടക്കമുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതുപ്പാടിയിലെ പഞ്ചായത്തിലെ മഹല്ലുകളിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം? നിലവില് ഇപ്പം ദൗർഭാഗ്യകരമായ കേരളത്തെ ഞെട്ടിച്ച, സമൂഹത്തെ പ്രയാസപ്പെടുത്തിയ 2 കൊലപാതകങ്ങൾ നടന്നുകൊണ്ട് ഞങ്ങൾ പുതുപ്പാടി പഞ്ചായത്തിൽ. മാത്രമല്ല നിരവധി നാർക്കോട്ടിക്സ് കേസുകൾ പോലീസിൽ വിഷയപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് പുതുപ്പാടിയിലെ മുഴുവൻ മഹല്ലുകളിലെയും, അതായത് എല്ലാ മുസ്ലിം വിഭാഗത്തിലെയും മഹല്ലുകൾ സമ്പൂർണ്ണമായൊരു മീറ്റിംഗ് അടിയന്തരമായി വിളിച്ചു ചേർന്നു. എല്ലാവരും അതിൽ സഹകരിച്ചു. ചില പൊതു തീരുമാനങ്ങൾ എല്ലാവരും യുനാനിമസ് ആയിട്ട് എല്ലാ മഹല്ലുകളും നടപ്പാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്നുള്ളത് അതൊരു കാര്യം. അത് മാത്രമല്ല, കാരണം വെച്ചാൽ നിലവിലുള്ള യുവത്വത്തിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും രക്ഷകർത്താക്കൾക്ക് അറിയാത്തൊരു സാഹചര്യത്തിലാണ് അവർ ബുദ്ധിമുട്ടാണ്. അധ്യാപകരും വിദ്യാലയങ്ങളൊക്കെ ഈ പ്രതിസന്ധി നേരിടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ സബ്ജക്റ്റ് എക്സ്പേർട്ടുകളെ കൊണ്ടുവന്ന് അതിനുള്ള മാർഗ്ഗങ്ങൾ എന്താണെന്ന് ആരാഞ്ഞ് കൃത്യമായ പാരന്റിങ് അവർക്ക് കൊടുക്കുക, അതിനുള്ള സപ്പോർട്ട് കൊടുക്കുക. അതേപ്രകാരം തന്നെ സമൂഹത്തിനെ വെല്ലുവിളിച്ചിട്ട് ലഹരി ബന്ധുവായിട്ട് നടക്കുന്ന ആളുകളെ മതപരമായി അവരെ മഹല്ലുകളിൽ ബഹിഷ്കരിക്കുക, ഇതുപോലെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഞങ്ങൾ അജണ്ടയായിട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ ഈ ആഴ്ച തന്നെ എല്ലാ മഹല്ല് കമ്മിറ്റികളും സമ്പൂർണ്ണ മീറ്റിംഗ് ചെയ്തു. പുതുപ്പാടിയിലെ ഓരോ മഹൽ കമ്മിറ്റിക്കും ഹൃദയം കൊണ്ടൊരു ബിഗ് സല്യൂട്ട് തരും. എന്തുകൊണ്ടറിയാവോ? ഇതുപോലെ ചങ്കൂറ്റത്തോടെ തീരുമാനം എടുക്കാൻ കഴിയുന്ന ഓരോ കമ്മിറ്റികളാ എല്ലാ മഹല്ലുകളിലും വരേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് എന്തിന്റെ പേരിലാണെങ്കിലും ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ കമ്മിറ്റി പിരിച്ചുവിട്ട് ഇതുപോലെ ചങ്കൂറ്റത്തോടെ തീരുമാനം എടുക്കാനുള്ള കമ്മിറ്റികൾ നമ്മളെ നാട്ടുകാർ കൊണ്ടുവരണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്താനുണ്ട്. നിങ്ങൾ എത്ര ഉന്നതന്റെ മകനാണെങ്കിലും, നിങ്ങൾ എത്ര ഉന്നതന്റെ സഹോദരനാണെങ്കിലും മകളാണെങ്കിലും ലഹരിക്കെതിരെയുള്ള കർശന നടപടികൾ ഞങ്ങൾ എടുക്കുമെന്ന് പറയാൻ കാണിക്കുന്ന കമ്മിറ്റികളാ കേരളത്തിൽ മൊത്തം ഉണ്ടാകേണ്ടതെന്ന് ആശിക്കുകയാണ്.